ഇക്കാന്റെ സങ്കല്പത്തിലുള്ള കുട്ടി എന്ന് പറയുന്നുണ്ടല്ലോ, പ്രത്യേകിച്ച് അങ്ങനൊന്നുമില്ല. നല്ല കുട്ടിയായിരിക്കണം. അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മളെ ചാനലത്തെ ഫസ്റ്റത്തെ വ്ളോഗാട്ടോ. വ്ളോഗല്ല, ഞാൻ അതിൻ്റെ മുന്നേ ഒരു Q&A ഇട്ടീനല്ലോ. അപ്പം അതിൻ്റെ അകത്ത് കണ്ടമാനം ക്വസ്റ്റ്യൻസ് പിന്നെയും വന്നത്. അപ്പം അതിനുള്ള ആൻസർ ആയിട്ടാണ് ഞാൻ വന്നത്. എന്താവുമെന്നറിയില്ല, ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഇങ്ങനെ നീട്ടിയിട്ട് അമ്പല്ലേ അതന്നെ. അപ്പം തുടങ്ങിയല്ലേ നമ്മളെ ഫസ്റ്റത്തെ ചോദ്യം. എല്ലാവരും ചോദിക്കുന്ന വെച്ചാൽ എൻ്റെ ഫുൾ നെയിം എന്താണെന്നാ. എൻ്റെ പേരെന്ന് പറയുന്നത് മുഹമ്മദ് മിൻഹാജ് എന്നാ. അത്രേ ഉള്ളൂ. ഇംഗ്ലീഷിലൊന്നുമില്ല കേട്ടോ. പിന്നെ എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ഞാൻ, അനിയന്, പിന്നെ ഒരു കുഞ്ഞു പെങ്ങളുണ്ട്, ഇപ്പം 2 മാസമായി. പിന്നെ ഉപ്പ പുറത്താണ്. അതന്നെ. പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു ബേബി എവിടെ. ബേബിക്ക് ഇപ്പോൾ 2 months ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ബേബി ഞാൻ വീഡിയോയിൽ കൊണ്ടുവരാനായില്ല. അതാണ് ഞാൻ അങ്ങനെ വീഡിയോ ഇടാത്തത്. ഞാൻ ഫസ്റ്റത്തെ ആ വീഡിയോ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് എടുത്തിടുന്നത്. അതിനുശേഷം ഞാൻ ഇതുവരെ ഓളെ ഇതിൽ കാണിച്ചിട്ടല്ല. അപ്പോൾ കുറേ ആൾക്കാർക്ക് DM മെസ്സേജ് ചോദിച്ചതാണ്, ബേബി എവിടെ, ബേബിക്ക് സുഖമാണോ എന്നൊക്കെ. ബേബി കുഴപ്പമൊന്നുമില്ല, ബേബി സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കൊണ്ടുവരും ഇൻഷാ അല്ലാ. എന്തായാലും കൊണ്ടുവരണം. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾ എന്നെ കേട്ടോക്കി. സ്മൈല് കൊള്ളാം, സോറി ഞാൻ കമ്മിറ്റഡാണ്. എന്തിന് കമ്മിറ്റഡാണ് എന്നോട് പറയണോ? കമ്മിറ്റഡ് അല്ലാത്ത എന്നോട് നിങ്ങൾ എന്നെ നോക്കിയില്ല. അതന്നെ ഇതില് സ്മൈല് കൊള്ളാം, സോറി ഞാൻ കമ്മിറ്റഡാണ്. ഞാൻ എന്താ പറയവലോട്? കമ്മിറ്റഡ് എന്നോട് എന്തിനു പറയണം? കമ്മിറ്റഡ് ആകാത്ത എന്നോട്. കുട്ടില്ലാത്ത വിഷമങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്താക്കാനാ, ഞാൻ അതിലറിയാണ്ട് പറഞ്ഞു ഞാൻ സിംഗിൾ ആണെന്നുള്ളത്. അതിനേശം എന്തൊക്കെ ക്വസ്റ്റ്യനാന്നറിയോ വന്ന്. വരാ. പിന്നെ എനിക്ക് ക്രഷ് ഉണ്ടോ? അതൊന്ന് പറയും. ക്രഷ് ഇതുവരെ ഇല്ല. ക്രഷായിട്ട് അങ്ങനെ ആരും ഇല്ല കേട്ടോ. വരുമ്പോ നോക്കാം. പിന്നെ പൂനൂർ എവിടെ ആയിട്ടാ സ്ഥലം? ഞാൻ കറക്റ്റ് എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരി, പൂനൂരിന് തലയാട് റോഡ്. തലയാടാണ് എൻ്റെ വീട് കറക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ക്ലിയർ ആയില്ലേ? പിന്നെ എല്ലാവരും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് എനിക്ക് എത്ര വയസ്സായി എന്നുള്ളത്. എനിക്ക് ഇപ്പോൾ 20 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ അത്രയ്ക്ക് തന്നെ. പിന്നെ ഇക്കാന്റെ സങ്കല്പത്തിലുള്ള കുട്ടിനെ പറയാൻ പ്ലീസ്. ഇക്കാന്റെ സങ്കല്പത്തിലുള്ള കുട്ടി എന്ന് പറയുന്നുണ്ടല്ലോ, പ്രത്യേകിച്ച് അങ്ങനൊന്നുമില്ല. നല്ല കുട്ടിയായിരിക്കണം. അത്രേ ഉള്ളൂ. റൂട്ടായിട്ടൊക്കെ പോകുന്നുണ്ട്. നല്ല കിട്ടിയിട്ടല്ലോ, കിട്ടും. പിന്നെന്തിട്ടാ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ അല്ല, യു ഈസ് സോ ക്യൂട്ട്. ഞാൻ തന്നെ കാര്യത്തിൽ ക്യൂട്ടാണോ? ആവാലേ. ഞാൻ പൊക്കി പറയല്ലോ കേട്ടോ. നിങ്ങൾ എന്നെ നോക്കി. ഇവിടെ രണ്ടാമത്തെ കേട്ടോ. ഇത് ക്വസ്റ്റ്യൻ അല്ല. അടുത്തെന്ന് പറയുന്നത്, നിങ്ങൾ ആൻസേഴ്സ് പറയുമ്പോൾ ഉള്ള ചിരിയൊക്കെ കണ്ടിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് ബ്ലഷ് ആവുക.
പിന്നെ എല്ലാവരും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇക്കപ്പം എന്താ ചെയ്യുന്നതെന്നുള്ളത്. ഞാൻ ഡിഗ്രിക്ക് പോയി പിന്നെ സ്റ്റോപ്പ് ചെയ്ത്. അത് കോളേജ് ഒന്നും പറ്റിയില്ല. ഒരു കോളേജിൽ പോയി പെട്ടുപോയതാ, അതാ സംഭവം. അത് കഴിഞ്ഞപ്പോഴേക്ക് ഉമ്മൻ്റെ ഡെലിവറി ആയി. അങ്ങനെ എല്ലാം കൂടി അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ആയിപ്പോയി. ഇനിയിപ്പം എന്തിനേലും പോകണം. പിന്നെ എങ്ങനത്തെ ലെങ്ത് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻ്റ് ആക്കിട്ടോ. നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ലെങ്ത് വീഡിയോ ഇടാം. നമുക്ക് എന്തെങ്കിലുമൊക്കെ മുൻപ് പറഞ്ഞാൽ കുത്തിരിക്കാം, പൊട്ടത്തരങ്ങളൊക്കെ ആയിട്ട്. അപ്പം അത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ശരി എന്നാ.